ഏത് രാജ്യമായാലും അവരുടെ പ്രതിരോധ ശക്തിയായി ആണവായുധങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നത് ആഗോള സുരക്ഷയിൽ ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ ആ പേര് പറഞ്ഞ് ഇന്ത്യയെ വിരട്ടാനൊന്നും ആരും നോക്കണ്ട. അത് അമേരിക്കയായാലും ശരി, പാകിസ്ഥാനായാലും ശരി. ഇന്ത്യ മറ്റൊരു രാജ്യത്തെയും ആശ്രയിച്ചല്ല തങ്ങളുടെ ആണവായുധങ്ങളുടെ ശേഷി വികസിപ്പിച്ചത് എന്നുകൂടി ഓർക്കണം. ഇപ്പോഴിതാ ഏറ്റവും പുതിയ റിപ്പോർട്ട് സിപ്രി ഇയർബുക്ക് 2006 രേഖപ്പെടുത്തിയിരിക്കുന്നു. അണുവായുധങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിലെത്തിയെന്ന്. 2025 സിപ്രിയുടെ റിപ്പോർട്ടനുസരിച്ച് 180 ആണവ പോർമുനകളായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. 2026 അത് 190 ഉയർന്നിട്ടുണ്ട്. ഒരു വർഷത്തിനിടെ ഇന്ത്യ 10 ആണവ പോർമുനകൾ കൂടി ആയുധ ശേഖരത്തിലേക്ക് കൂട്ടിച്ചേർത്തതായാണ് റിപ്പോർട്ട്. അയൽ രാജ്യമായ പാകിസ്ഥാനേക്കാൾ ഇന്ത്യക്ക് കൂടുതലുള്ളത് 20 എണ്ണമാണ്. അതേസമയം കഴിഞ്ഞ കാലയളവിൽ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഷിയിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അത് ഇന്ത്യയുടെ കാര്യം. കാരണം ഇന്ത്യയുടെ സുരക്ഷ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പലതവണയായി പാക് മന്ത്രിമാരും പാക് സേനാ മേധാവികളുമൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഇന്ത്യക്കെതിരെ ആണവായുധം ഇപ്പോൾ പ്രയോഗിക്കും എന്നൊക്കെ. ഇനി അങ്ങനെ പറയുമ്പോൾ ഇന്ത്യ തങ്ങളുടെ കയ്യിലുള്ള ആണവായുധ ശേഖരത്തിൻ്റെ കണക്കെടുത്ത് പുറത്തുവിടുകയാണ് പതിവ്. അല്ലാതെ തങ്ങളുടെ ആയുധം എടുത്ത് പുറത്തു കാട്ടി ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഭയപ്പെടുത്തുകയല്ല. പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് വെറും 170 ആണവ പോർമുനകൾ. ഇപ്പോഴിതാ ചൈനയിലെ തന്നെ ഏത് ലക്ഷ്യസ്ഥാനത്തേക്കും എത്തിക്കാവുന്ന ആയുധങ്ങൾ ഇന്ത്യ വികസിപ്പിക്കുകയാണ്. ഈ മിസൈലുകളുടെ പോർമുനയിൽ ഇന്ത്യയുടെ ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ടാകും. എന്തായാലും ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആണവായുധങ്ങൾ വിന്യസിക്കാൻ ഇനി സാധിക്കുക ഇന്ത്യക്കും ചൈനയ്ക്കുമാണെന്നാണ് റിപ്പോർട്ട്. ഒരൊറ്റ മിസൈലിൽ തന്നെ ഒന്നിലധികം ആണവായുധ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ കണ്ട് പാകിസ്ഥാനും പുതിയ ആണവായുധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും അതിനുള്ള കരുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. എന്തായാലും തെക്കനേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ സാഹചര്യത്തിലാണ് സിപ്രിയുടെ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടനുസരിച്ച് ആഗോളതലത്തിൽ 9 രാജ്യങ്ങളിലായി 12,187 ആണവായുധങ്ങൾ ഇപ്പോഴുണ്ട്. ഇതിൽ 9,745 എണ്ണവും സജീവമായി പ്രയോഗിക്കാവുന്ന രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. ആഗോള ആണവ ശേഖരത്തിൻ്റെ ഭൂരിഭാഗവും റഷ്യയുടെ പക്കലാണ്. 5,420 ആണവ പോർമുനകൾ. തൊട്ടു പിന്നാലെ മാത്രമാണ് അമേരിക്ക. 5,042 ആണവായുധ പോർമുനങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. മൂന്നാം സ്ഥാനം 600 നിന്നും 620 ആണവായുധ ശേഖരം വർദ്ധിപ്പിച്ച ചൈനയ്ക്ക് തന്നെയാണ്. അത് സ്വാഭാവികം. പക്ഷേ ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കാൻ മാത്രമല്ല ആണവായുധം ഉപയോഗിക്കുന്നത് എന്നുകൂടി ഓർക്കണം. ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധിക്കും മറ്റും പരിഹാരം കാണാൻ ആണവ ശേഖരം ഏറെ കരുതലുള്ളൊരു അമൂല്യ വസ്തുവാണ്. ബ്രിട്ടനിൽ 225 ആണവ പോർമുനകൾ, ഫ്രാൻസിന് 290 ആണവ പോർമുനകൾ എന്നിങ്ങനെ തൊട്ട് പിന്നാലെയുണ്ട് 2 രാജ്യങ്ങൾ. പല രാജ്യങ്ങളും ആണവായുധങ്ങൾ കുറയ്ക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും സ്വയം ഒഴിവാക്കുന്നതായും തങ്ങളുടെ പ്രതിരോധത്തിനായി ആണവായുധങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നതായും സിപ്രിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതിന് വ്യക്തമായ കാരണമുണ്ട്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പാക് സൈനിക രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യക്ക് നേരെ കാട്ടുന്നത് തങ്ങളുടെ ആണവായുധം എടുത്ത് പ്രയോഗിക്കുമെന്നാണ്. അങ്ങനെ പറയുന്നതല്ലാതെ ഒരു തവണ പോലും അത്തരമൊരു ആണവായുധ പ്രയോഗം നടത്താനുള്ള ശേഷിയോ കഴിവോ പാകിസ്ഥാനില്ലെന്നത് മറ്റൊരു സത്യം. എന്നിരുന്നാലും തക്കതായ കരുതലെടുക്കേണ്ടത് നമ്മുടെ ഭാരതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഏതൊരു തരത്തിലുള്ള പ്രകോപനത്തെയും വളരെ ഊഷ്മളമായും അതേസമയം അതിതീവ്രമായും കൈകാര്യം ചെയ്യാനും നേരിടാനും തടഞ്ഞു നിർത്താനുമൊക്കെ ഇന്ത്യ തങ്ങളുടെ ആണവായുധ ശേഖരം എടുത്ത് ഉപയോഗിക്കുന്നത്.